ഹലോ എവ്രി വൺ, വെൽക്കം ടു ഫിസിക്സ് കോർണർ. നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ട്സ് ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണത് സോൾവ് ചെയ്യുന്നത് എന്നുള്ള ഫോം പറഞ്ഞു. 2 റൂട്ട്സുള്ള കേസാണ് പറഞ്ഞത്. ഇനി 3 കേസുള്ളത് നോക്കാം. ഇത് തന്നെ ഇവിടെ നമ്മളൊരു ഡി ക്യൂബ് തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അങ്ങനെ വരുന്ന സമയത്ത് അത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് 6d സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 11dy ബൈ ഡി എക്സ് പ്ലസ് 6y = 0. ഇങ്ങനെ വന്നാൽ നമ്മളെങ്ങനെ സോൾവ് ചെയ്യും? ഇതേപോലെ നമ്മൾ നേരത്തെ y = e⁻mx കൊടുത്തപ്പോഴാണ് എമ്മിൻ്റെ ടേംസിൽ ഫോർമുല കിട്ടിയല്ലോ. അപ്പോൾ ഇത് പറയുന്ന എം ക്യൂബ് പ്ലസ് 6m സ്ക്വയർ പ്ലസ് 11m പ്ലസ് 6 = 0 എന്നുള്ളൊരു ഓക്സിലറി ഇക്വേഷൻ നമുക്ക് കിട്ടും. ആ ഇക്വേഷൻ ഇതിനെ നമുക്ക് ഇതിൻ്റെ റൂട്ട്സ് കാണണം. അപ്പോൾ ഒരു തേർഡ് ഓർഡറിൻ്റെ ചോദിക്കുന്നത് കുറവാണ്, വളരെ റെയറാണ്. ഇതുവരെ സെക്കൻഡ് ഓർഡർ വെച്ചിട്ട് ചോദിക്കാറുള്ളൂ. എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒരെണ്ണം എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. എന്നേലും നമുക്ക് പഴയ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് അതേപോലെ കുറേ എക്സസൈസ് ചെയ്യുമ്പോൾ അതിൽ തേർഡ് ഓർഡറിൻ്റെ വരുന്നുണ്ട് വെച്ചാൽ അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് അത് സോൾവ് ചെയ്യാൻ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കും. ഇത് എം ക്യൂബ് അങ്ങനെ തന്നെ എഴുതി. ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടേ. 6m സ്ക്വയറിനെ നമുക്ക് 5m സ്ക്വയർ പ്ലസ് m സ്ക്വയറിന് എഴുതി, 11mനെ 6m പ്ലസ് 5m എഴുതി പ്ലസ് 6 എഴുതി. എന്നിട്ട് ഈ എം ക്യൂബിനെയും എം സ്ക്വയറിനെയും ഒരുമിച്ച് നോക്കുകയാണ്. അതിൽ എം സ്ക്വയർ പുറത്തെടുത്തു. അപ്പോൾ എന്ത് വരും? എം സ്ക്വയർ പുറത്തെടുത്ത് എം സ്ക്വയർ ഇൻറ്റു എം പ്ലസ് 1 ഈ 2 ടേംസ് കൺസിഡർ ചെയ്യുന്നു. ഇനി പ്ലസ് അടുത്തത് ഈ 5 കോഎഫിഷ്യൻസ് ഉള്ള ടേംസ് കൺസിഡർ ചെയ്തു. അപ്പോൾ 5mനെ പുറത്തെടുത്തു. അപ്പോൾ എന്ത് വരും? 5m ഇൻറ്റു എം പ്ലസ് 1 വരും പ്ലസ് ഇത് 6 ഇൻറ്റു എം പ്ലസ് 1 = 0 എന്ന് വരും. ഇതെന്തിനാ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എം പ്ലസ് 1നെ നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എം പ്ലസ് 1 ഇൻറ്റു എന്ത് വരും? എം സ്ക്വയർ പ്ലസ് 5m പ്ലസ് 6 അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. m = -1 അതായത് എം പ്ലസ് 1 0 ആണോ? അപ്പോൾ m = -1. പിന്നെ ഇതിൻ്റെ സൊല്യൂഷൻസ് പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക? -3ഉം -2. അതായത് എം സ്ക്വയർ പ്ലസ് 5m പ്ലസ് 6നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെങ്ങനെ എഴുതാം? ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എം പ്ലസ് 3 ഇൻറ്റു എം പ്ലസ് 2 = 0 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ അതിൽ എം -3 എം -2 നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? അതിനനുസരിച്ച് നമുക്കിതിൻ്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് വരുമ്പോൾ c1 e⁻x പ്ലസ് c2 e⁻2x പ്ലസ് c3 e⁻3x. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് ഇഫ് ഓക്സിലറി ഇക്വേഷൻ ഹാവിങ് ഈക്വൽ റൂട്ട്സ് ജനറൽ സൊല്യൂഷൻ ഫോർ ദിസ് വിൽ ബി. അതായത് 2 റൂട്ട്സ് ഉണ്ട്. ആദ്യം നോക്കുക, 2 റൂട്ട്സ് ഉണ്ട് വിചാരിക്കുക ആ ഇക്വേഷന്, ആ ഓക്സിലറി ഇക്വേഷൻ. അപ്പോൾ 2 റൂട്ട്സും ഈക്വലും ആണെങ്കിൽ m1 m2 mn തുടങ്ങിയിട്ടുള്ള ആ ഇക്വേഷനില്ലേ അതിൻ്റെ ടേംസിൽ അതിന് 2 റൂട്ട്സ് ഉണ്ട്, അത് 2 ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ എഴുതുന്ന ഫോമാണ് c1x പ്ലസ് c2 ഇൻറ്റു e⁻m1x പ്ലസ് c3 e⁻m2x പ്ലസ് ഇങ്ങനെ പോയിട്ട് പ്ലസ് cn e⁻mnx. അതായത് 2 റൂട്ട്സ് ഈക്വൽ ആയിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ എഴുതും. ഇനി ഇഫ് 3 റൂട്ട്സ് ആർ ഈക്വൽ y = c1 പ്ലസ് c2x പ്ലസ് c3x² ഇൻറ്റു e⁻m1x പ്ലസ് ഇങ്ങനെ പോയി പ്ലസ് cn e⁻mnx എന്നുള്ളതാണ് ഇതിൻ്റെ ജനറൽ ഫോം. ഇനി ഇഫ് ഓക്സിലറി ഇക്വേഷൻ ഹാവ് കോംപ്ലക്സ് റൂട്ട്സ്, ഇതിപ്പോൾ ഒക്കെ റിയൽ റൂട്ട്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്.
ഇപ്പോൾ കോംപ്ലക്സ് റൂട്ട്സ് ആണ് അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y = C1 cos beta x plus C2 sin beta x into e raised to alpha x, where m1 എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ഐ ബീറ്റ, m2 എന്ന് പറയുന്നത് ആൽഫ മൈനസ് ഐ ബീറ്റ. ആൽഫയും ബീറ്റയും റിയൽ കോൺസ്റ്റൻസ് ആണ്, റിയൽ വാല്യൂസ് ആണ്. പ്ലസ് ഐ എന്നുള്ളതുകൊണ്ട് ഐ ബീറ്റ എന്ന് വരുമ്പോൾ അത് കോംപ്ലക്സ് പാർട്ടാവും. അതായത് m1 m2 എന്ന് പറയുന്ന രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സാണ് എന്ന് കാണിക്കുകയാണ് ഇവിടെ. കോംപ്ലക്സ് റൂട്ട്സ് ആണെങ്കിൽ അതിൻ്റെ ജനറൽ ഫോം ഇങ്ങനെയാണ്. ഇനി അടുത്ത കേസ് പറയുന്നത് ഈക്വൽ റൂട്ട്സ് വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. d²y/dx² + 4dy/dx + 4y = 0. അപ്പോൾ ഇത് നമുക്ക് എഴുതാ വെച്ചാൽ m² + 4m + 4 = 0 എന്ന് എഴുതാം. അപ്പോൾ അതെന്താ m+2² അല്ലേ ഇത് വരിക. m+2 × m+2 = 0, which means that m = -2. അങ്ങനെ രണ്ട് ഈക്വൽ റൂട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഫോമിൽ എഴുതാം. y = C1x + C2 ഇൻറ്റു e raised to എമ്മിൻ്റെ വാല്യൂ, ഈക്വൽ വാല്യൂ അല്ലേ കിട്ടുന്ന രണ്ടിന്. -2 ആണ് ഇവിടെ, എമ്മിന് പകരം -2x. ഇത് ഈ ഫോം ഇങ്ങനെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കാര്യം. ഓക്കെ, 3 ഈക്വൽ റൂട്ട്സ് വരുന്ന കേസ് നമുക്ക് പഠിക്കണ്ട. മെയിനായിട്ട് അത് അന്ന് സിലബസിൽ കാര്യമായിട്ട് പറയുന്നില്ല, അതൊന്നും ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അതായത് തേർഡ് ഓർഡർ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ ഒരു പ്രോബ്ലം ഒരു എക്സാമ്പിൾ ചെയ്യിച്ചു എന്നേ ഉള്ളൂ, സോൾവ് ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. അതങ്ങനെ ചോദിക്കില്ല, അത് നമുക്ക് സെക്കൻഡ് ഓർഡർ വരെ ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അടുത്ത കേസ് എടുത്ത് എക്സാമ്പിൾ നോക്കാം. അതായത് കോംപ്ലക്സ് റൂട്ട്സ് വരുന്നത്. കോംപ്ലക്സ് റൂട്ട്സ് വരുന്ന ആ കേസ്, അതായത് തേർഡ് കേസ് പറഞ്ഞ് നമുക്കൊന്ന് നോക്കാം. അതായത് d²y/dx² + 2dy/dx + 5y = 0 എന്നുള്ള ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഓക്സിലറി ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്: m² + 2m + 5 = 0. So when we evaluate the value of m using the quadratic equation formula, m = നമുക്കറിയാലോ -a + or - (b² - 4ac/2a) എന്നുള്ളതല്ലേ. അതനുസരിച്ച് -2 + or -b²(2² ആണ്), -4 × a 1 ആണ്, × c 5 ആണ്, /2a 2 × 1. ഓക്കെ, ഇത് ചെയ്തു വരുമ്പോൾ 4 - 20 പറയുമ്പോൾ -16 ആണ്. 16ൻ്റെ റൂട്ട് 4 ആണ്, -16 ആകുമ്പോൾ 4i ആണ് വരിക അല്ലേ. അപ്പോൾ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ -2 + or -4i/2, 2 വെച്ചിട്ട് എല്ലായിടത്തും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ -1 + or -2i എന്ന് വരും. ദാറ്റ് ഈസ് there are two roots which is m1 is equal to -1 + 2i and m2 is equal to -1 - 2i. ഓക്കെ, ആൻഡ് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ എഴുതിയ ഫോമിൽ m1 എന്ന് പറയുന്ന ആൽഫ പ്ലസ് ഐ ബീറ്റ എന്നുള്ളത് m2 എന്ന് പറയുന്ന ആൽഫ മൈനസ് ഐ ബീറ്റ എന്നുള്ള ഒരു ഫോമിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ആൽഫ ഇസ് ഈക്വൽ ടു -1 ആൻഡ് ബീറ്റ ഇസ് ഈക്വൽ ടു 2 എന്നും വരും അല്ലേ. അപ്പോൾ അത് ഇവിടെ നമ്മൾ ജനറൽ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. അതായത് ജനറൽ ഇക്വേഷൻ സൊല്യൂഷൻ വിൽ ഹാവ് ദ ഫോം e raised to alpha x into c1 cos beta x plus c2 sin beta x. അപ്പോൾ നമ്മളിവിടെ e raised to ആൽഫ എന്ന് പറയുന്നത് -1, അപ്പോൾ e raised to -x into c1 cos beta 2 ആണ്, അപ്പോൾ cos 2x plus c2 sin 2x ഇങ്ങനെ എഴുതാം. ക്ലിയർ ആണോ? അതായത് നമുക്കൊരു ഇക്വേഷൻ, ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ സെക്കൻഡ് ഓർഡർ ആണിത്. അതിൻ്റെ ഓക്സിലറി ഇക്വേഷനായിട്ട് എഴുതിയിട്ട് അതിൻ്റെ റൂട്ട്സ് കാണുകയാണെങ്കിൽ, ഇഫ് ദ റൂട്ട്സ് ആർ കോംപ്ലക്സ് നമ്പേഴ്സ് വി ക്യാൻ ഹാവ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദിസ് ഫോം. അപ്പോൾ അതിൽ ആൽഫ ബീറ്റ എന്നുള്ളത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ജനറലി എഴുതാം എന്നുള്ളതാണ് ദി തേർഡ് റൂൾ പറയുന്നത്.
Clear?